മക്കള് വീട്ടിൽ തനിച്ചായതുകൊണ്ട് പോയി പഠിക്കേണ്ട അവസരം എനിക്കുള്ളത്. ഇപ്പം 34 വയസ്സ് സ്ഥിരമായിട്ടൊരു ജോലി ഇല്ല എന്നുള്ളതാണ് ഷില്ല നേരിട്ട പ്രശ്നം. ഇപ്പൊ ഡയറക്റ്റ് ജോബിന് അപ്ലൈ ഡയറക്റ്റ് നമുക്കൊരു എക്സ്പീരിയൻസ് വേണം, അറിയാതെ ഒരു ഫീൽഡാണ്. ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. ഹായ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, HR അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പല കോഴ്സസും സർട്ടിഫിക്കേഷൻ കോഴ്സസും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഒക്കെ മൈൻഡിലുണ്ട്. സോ ഇന്ന് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്ന ഷില്ല ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഷില്ലനോട് സംസാരിച്ച് കഴിയുമ്പം ഡെഫിനറ്റ്ലി ഇന്ന് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഹായ് ഷില്ല, ഷില്ല ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ ഷില്ലനെ? എൻ്റെ പേര് ഷില്ല, ഞാൻ BCom ഗ്രാജുവേറ്റഡ് ആണ്. ഇപ്പം 2 കുട്ടികളുടെ അമ്മയായി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു BCom കഴിഞ്ഞ് ഞാൻ ഒരു അക്കൗണ്ടൻറ്റ് വർക്കായിട്ട് 1 വർഷം അക്കൗണ്ടൻ്റായി ചെയ്തു. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടു, അതിനുശേഷം TTC. അതിനിടയ്ക്ക് ഞാനൊരു കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് 1 വർഷം ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അതിലൂടെയാണ് ടീച്ചിങ്ങിനോടൊരു താല്പര്യം തോന്നിയത്. പിന്നെ TTCക്ക് ഞാൻ ചേർന്നു 2 വർഷം. കൊറോണ സമയത്തായിരുന്നു. അത് കുറച്ച് കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് ആ ഒരു ഇതിൽ. പിന്നെ ഇപ്പം ലീവ് വേക്കൻസിക്ക് സ്കൂളിൽ കയറുന്നു, സ്ഥിരമായിട്ടായില്ല. ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് ഓൺലൈനിലായിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ മക്കള് വീട്ടിൽ തനിച്ചായതുകൊണ്ട് പോയി പഠിക്കേണ്ട അവസരം എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ചൂസ് ചെയ്തത്. ഇപ്പോൾ അതിലൊരു ജോലി കിട്ടുന്നൊരു പ്രതീക്ഷയോടെ നിൽക്കുന്നു. ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഓക്കെ, അപ്പോൾ ഷില്ലേൻ്റെ ഒരു ലൈഫ് അല്ലേ, ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വ്യത്യസ്തമായ മാർഗത്തിലൂടെ, അതെ, ഒരുപാട് എക്സ്പീരിയൻസ് ഷില്ലേക്ക് കിട്ടി അല്ലേ? ടീച്ചിങ് ആയിട്ടും അക്കൗണ്ടിങ് ഫീൽഡിലും അല്ലേ? പിന്നെ അമ്മയാണ് അല്ലേ? 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷില്ലക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോൾ 34 വയസ്സ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടും ഷില്ലൻ്റെ അല്ലേ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും വയസ്സ് ഇവിടെ എത്തി ഒരുപാട് അനുഭവങ്ങൾ കിട്ടി അല്ലേ? സ്ഥിരമായിട്ടൊരു ജോലി ഇല്ല എന്നുള്ളതാണ് ഷില്ല നേരിട്ട പ്രശ്നങ്ങൾ അല്ലേ? അപ്പം അപ്പോഴായിരിക്കാം ഈ ഹോസ്പിറ്റൽ മക്കളില്ലെന്നുകൊണ്ട് ദൂരെ സ്കൂളിൽ ഇപ്പൊ അടുത്തൊന്നും കിട്ടുന്നില്ല. എങ്ങനെയാലും എനിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5 മണി ആ ടൈമിൽ വീട്ടിലെത്താം. മക്കളെ ഒറ്റക്ക്, ഹസ്ബൻഡ് പുറത്താണ്. അതുകൊണ്ടെല്ലാം ദൂരെ പോകാൻ പറ്റില്ല. അപ്പൊ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ജോലിക്ക് കയറാം, ഒരു പെർമനന്റ് ജോബ് അല്ലേ? നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവാം അല്ലേ? ഓക്കെ. അപ്പം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന്, അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞതാണല്ലോ, അപ്പൊ ഡയറക്റ്റ് ജോബിന് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് നമുക്കൊരു എക്സ്പീരിയൻസ് വേണമല്ലോ. എന്തിനാണ് ഇപ്പൊ ടീച്ചിങ് ഫീൽഡിലായാലും നമ്മൾ ഒരു 2 മാസം ട്രെയിനിങ്ങിന് പോകും. അതുപോലെ ഇതിപ്പോ ഒന്നും അറിയാതെ ഒരു ഫീൽഡാണ്. ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കാണുന്നുണ്ട്, എന്നാലും നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പൊ അത് ഒരു എക്സ്പീരിയൻസ് എന്തായാലും വേണം നമുക്ക്. അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും അല്ലാണ്ട് നമുക്ക് പുതുതായിട്ട് ഒരു ജോലിക്ക് കയറാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ തീരുമാനിച്ചല്ലോ. ഓക്കെ. അതായത് ഇപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഏതൊരു ഫീൽഡിൽ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഇവര് ഒരു വർക്ക് നമുക്ക് തരാതെ എക്സ്പീരിയൻസ് നമുക്ക് ആവില്ലല്ലോ അല്ലേ? അപ്പൊ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഷില്ലേന്റെ ഒരു അഭിപ്രായത്തിൽ? അപ്പം നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് നമ്മളൊരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരും അറിയില്ല, എങ്ങനെ ചെയ്യണം എന്നും അറിയില്ല. അപ്പം മുൻകൂട്ടി നമുക്ക് അതിനുള്ള ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്കൊരു ചെയ്യാൻ പറ്റും. ഷില്ല ഇപ്പം അക്കൗണ്ടിങ് BCom കഴിഞ്ഞ് അക്കൗണ്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്തു അല്ലേ? അതേപോലെ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്തു. അങ്ങനെ എക്സ്പീരിയൻസ് കുറേയായി. അതിനുശേഷം ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എത്തി അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഈ കരിയറും സ്വിച്ച് ചെയ്യുമോ? അങ്ങനത്തെ ഇതിൽ തന്നെ തുടർന്നു പോകാനാണ്. അപ്പോൾ എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഫീൽഡിൽ അത്ര ഒരു ഇംപ്രഷൻ തോന്നിയ കാര്യം എന്താണ്? ഇപ്പം ഒരുപാട് മേഖലയുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാലും ഒരു ജോലി എന്തായാലും നമുക്ക് കിട്ടും. അക്കൗണ്ടിങ് സെക്ഷനിലായാലും അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെച്ചാൽ ഒരുപാട് വേക്കൻസി ഉണ്ടല്ലോ. ഇപ്പം ദിനംപ്രതി കുറേ ഹോസ്പിറ്റലുണ്ട്, അതിൽ തന്നെ കുറേ ജോലിയുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് പോസ്റ്റ് കിട്ടും. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിലിരിക്കേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓൺലൈനിൽ കാണുന്നുണ്ട് കുറെ. പിന്നെ പുറത്ത് പോകണ്ടെങ്കിൽ ആ ഒരു അവസരം എന്തായാലും നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ വിട്ടുപോകുന്നില്ല, ഇതിൽ തന്നെ ഉറപ്പിച്ചു. ഓക്കെ, ഗുഡ്. ദെൻ ഒരു ഇപ്പം ഷില്ലനെ പോലെ തന്നെ ഇതുപോലെ കോഴ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന പലരും ഉണ്ടാവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അവരോട് എന്താണ് ഷില്ലനക്ക് പറയാനുള്ളത്?
ഇതിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കൂടുതൽ വർക്ക് ചെയ്തിട്ട് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും സാലറി ഒക്കെ കൂടും, ഓരോ സ്ഥലത്ത് നമുക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി കൂടും. ഇനി പുറത്ത് പോകേണ്ട അവസരം ഉണ്ടെങ്കിൽ അവർക്ക് അതും ചെയ്യാം. അപ്പോൾ വെറുതെ ഇരിക്കാൻ പാടില്ല, ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയാൻ പറ്റും. കാരണം ഷിൽന എന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷനാണ് പലർക്കും. ബിക്കോസ് ചെറിയ കുട്ടികളെ വെച്ചിട്ടല്ലേ പുറത്ത് വരുന്ന വർക്ക്. കാരണം പലരും അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടൊന്നും ചെയ്യാതെ പല കാര്യത്തിലും എനിക്ക് പറ്റില്ല, എൻ്റെ വയസ്സ് അങ്ങനെയായി, അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് എക്സ്ക്യൂസസ് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സിറ്റുവേഷനാണ്. പക്ഷെ അവർക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് ചെയ്യില്ല. കാരണം നമ്മൾക്ക് അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അല്ലേ, നമ്മൾ ആ ഒരു സോണിൽ നിന്ന് ഇറങ്ങി അതിന് കണ്ടുപിടിക്കണം. അതെ, വീട്ടിൽ പോകാൻ മടിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾ എന്തായാലും വളരും, അവരവരുടെ കരിയർ എന്തായാലും ബിൽഡ് ചെയ്യും. അപ്പോഴും നമ്മളുടെ കരിയർ ആയിരിക്കും ഒന്നും ആവാതെ അവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളും അവർക്കൊരു മാതൃക കൂടിയാണ്. പാരൻസ് നല്ലൊരു കരിയറിൽ എത്തുക എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കൊരു മാതൃക കൂടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി തന്നെയാണ് അല്ലേ, നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. നമ്മളൊരു നെക്സ്റ്റ് ജനറേഷനെ കൂടി നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജോബിലേക്ക് ഇറങ്ങി അല്ലേ, ഒരു മാതൃകയാണ്. അപ്പം ഷിലനോട് ഇപ്പം വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നുകയാണ്. ബിക്കോസ് ഇത്രയും എഫേർട്ട് എടുത്തു ഇവിടെ വരെ എത്തി. ഇനി ഷിലനക്ക് നല്ല രീതിയിൽ ഈ ഒരു ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. നമ്മളുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേക്കും ജോബിന് കയറി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. ഓക്കെ, അതായത് എനിക്ക് ഷില്ല എന്നൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോടാണ് ഇനി ഞാൻ സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് നല്ലൊരു ഗ്രോത്ത് ഷില്ലയ്ക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു ഷില്ല, താങ്ക് യു സോ മച്ച്.